പല വെജിറ്റബിൾസ് വെച്ചിട്ട് നമ്മൾ തോരൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നല്ലൊരു ക്യാബേജ് തോരൻ്റെ റെസിപ്പി കാണാം എൻ്റെ വേർഷനിൽ. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. മലയാളീസിൻ്റെ ഫേവറേറ്റ് ആണ് ക്യാബേജ് തോരൻ. ഓരോ വീടുകളിലും ക്യാബേജ് തോരൻ ഉണ്ടാക്കും, വ്യത്യസ്ത ടേസ്റ്റിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഞാൻ ഉണ്ടാക്കുന്ന രീതി കാണാം. ആദ്യം ഒരു കടായി ചൂടാക്കാം. ഇതിലേക്ക് കുറച്ച് ഓയിൽ. ഞാൻ കാണിക്കുന്ന ഒരു 4 പേർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചെറിയ ക്വാണ്ടിറ്റിയാണ്. എണ്ണ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക്. ക്യാബേജ് തോരൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ കുറച്ച് അരിയും കൂടെ പൊട്ടിക്കും. 1 ടീസ്പൂൺ അരി, ഇപ്പോൾ ചോറിനൊക്കെ ഉപയോഗിക്കുന്ന അരിയാണ്. അരി പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചുവന്നുള്ളി, ഒരു 3 ചുവന്നുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനൊപ്പം തന്നെ 2 വറ്റൽമുളക്. ക്യാബേജ് തോരനും ഓമയ്ക്ക തോരനും ഒക്കെ ചെയ്യുമ്പോൾ, അല്ലെ പപ്പായ വെച്ച് തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇതേപോലെ അരി ഞാൻ വറക്കാറുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, ചെറിയ പിടി. ആ ചുമന്നുള്ളി ഒന്ന് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന ഒരു പരുവം വരെ വഴറ്റുക. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇടാം. ഇവിടെ 2 കപ്പ് ക്യാബേജ് പൊടിയായിട്ട് അരിഞ്ഞതാണ്. നീളത്തിൽ അരിഞ്ഞ് ഉപയോഗിക്കാം, പൊടിയായിട്ട് അരിഞ്ഞ് ഉപയോഗിക്കാം. 2 കപ്പ്, ഏകദേശം ഒരു 200-225 ഗ്രാമൊക്കെ കാണത്തുള്ളൂ. ഒരു മീഡിയം സൈസ് സവോള, ഒരു പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞ്, ഇതെല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റുക. ക്യാബേജ് ഒത്തിരി അങ്ങ് സോഫ്റ്റ് ആക്കുന്ന രീതിയിൽ ഞാൻ ചെയ്യാറില്ല. ചില കടി കിട്ടുന്ന പോലെ ഒത്തിരി അങ്ങ് വെന്ത് പോവാതെയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഈ സമയത്തേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചതച്ചെടുക്കാം. അപ്പോൾ ചതയ്ക്കാനായിട്ട് ഈ മിക്സി ജാറിലേക്ക് ഒരു പച്ചമുളക്, കുറച്ച് ചുവന്നുള്ളി, ഒരു 3-4 കഷ്ണം ചുവന്നുള്ളി, ഇതിലേക്ക് ഒരു കുറച്ച് തേങ്ങ, ഒരു 1/3 അല്ലെങ്കിൽ 1/2 കപ്പൊക്കെ ഉപയോഗിക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി നമ്മൾ ഇവിടെ ഇട്ടാലും മതി. ഇതെല്ലാം കൊണ്ടൊന്ന് ഒതുക്കിയെടുക്കുക, ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക. എപ്പോഴും ഒത്തിരി അങ്ങ് അരഞ്ഞു പോകല്ല, നമ്മൾ ഒന്ന് പൾസ് ചെയ്തെടുത്താൽ. ഇപ്പം ഹൈ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇടാം. ഉപ്പ് ഇടുമ്പോഴത്തേക്ക് ക്യാബേജിൽ നിന്നൊക്കെയുള്ള വെള്ളം ഇറങ്ങും. ഇനി നമുക്ക് തേങ്ങ ഇതിലേക്ക് ഇടുക, നടുക്കേക്ക് ഇടുക. അപ്പം തേങ്ങ, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ചുവന്നുള്ളി, വെളുത്തുള്ളിയൊക്കെ ചിലർ ഇടാറുണ്ട്, ജീരകം ചിലർ ഇടാറുണ്ട്. ഞാനതൊന്നും ഇല്ലാതെ ഉണ്ടാക്കുന്നത്. ഇതേപോലെ കവർ ചെയ്ത് വെക്കാം. ഇനി തീ ഒന്ന് കുറച്ച് വെക്കാം. നന്നായിട്ട് നാവി വന്ന് കഴിയുമ്പോൾ ആ നമ്മൾ ചതച്ച് വെച്ച് വയ്ക്കുന്നതിൻ്റെയൊക്കെ പച്ചമണം മാറും. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ രീതി ചെയ്യുമ്പോൾ ക്യാബേജ് ഇച്ചിരി ക്രിസ്പായിരിക്കും. ഇപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. അത് നമ്മൾ ആ തള്ളിപ്പൊത്തി വെച്ച സമയത്ത്, അരപ്പിട്ടിട്ട് നടച്ച് വെച്ച സമയത്ത് മാത്രമേ ഉള്ളൂ തീ കുറച്ച് വെച്ച്. ബാക്കി ത്രൂ ഔട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചത്. ഒരു നല്ല ടെക്സ്ചറിൽ കിട്ടാനായിട്ടാണ്. ഇതിപ്പോൾ റെഡിയാണ്. ഇനി ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയുടെ ചേർക്കാം. അപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരുന്നത്. കുറച്ച് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ചാൽ ഇതിൽ നിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങും. അപ്പോൾ അതിൻ്റെ ടെക്സ്ചർ മാറും, വല്ലാണ്ടങ്ങ് സോഫ്റ്റ് ആവും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ഈ രീതി കുക്ക് ചെയ്തത്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പൊടിക്ക് ഉപ്പ് കുറവാണ്, കുറച്ചുകൂടി ഉപ്പ് ഇടും. ഇത്രയേ ഉള്ളൂ. സെർവിങ് ബോളിലേക്ക് മാറ്റും. നമ്മുടെ ക്യാബേജ് തോരൻ റെഡിയാണ്. സെർവിങ് ബോളിലേക്ക് മാറ്റാം.
ഒട്ടും കുഴയാതെ നല്ല വിട്ടാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഒരു 5 മിനിറ്റിൽ താഴെ മാത്രം സമയം മതി നമുക്കൊരു ക്യാബേജ് തോരൻ ഉണ്ടാക്കാൻ. അപ്പോൾ ഇത് ബാച്ചിലേഴ്സ് ആയിട്ടുള്ളവർക്കും ഒക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണ്. അപ്പോൾ ക്യാബേജ് തോരൻ്റെ കൂടെ ഒരു ചമ്മന്തിയും പപ്പടവും മാത്രം ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ നല്ല രുചിയാണ്. ഈ ഒരു ഡിഷ് ട്രൈ ഔട്ട് ചെയ്യുക. നമ്മൾ ജീരകമോ അല്ലെങ്കിൽ വെളുത്തുള്ളിയോ ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് വളരെ വ്യത്യാസമാണ്. അപ്പോൾ അരി നമ്മൾ ചേർത്തേക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കടിക്കാനും കിട്ടും, ചെറിയൊരു ബൈറ്റും കിട്ടും. ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ് ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.